തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി കേരളത്തിലെ ആദ്യത്തെ ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത് തന്നെ അതിൽ നിർണായകമായൊരു പങ്ക് വഹിച്ച ഒന്നാണ് തൃശ്ശൂർ പൂരം. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. തൃശ്ശൂർ പൂരം കലക്കാൻ ആളെ വിടുക, കലക്കുക, ചില ഉദ്യോഗസ്ഥന്മാരെ അതിനുപയോഗിക്കുക, അത് കഴിഞ്ഞ് കലക്കിയിട്ട് അതിലെ ഹീറോ ആയി അവിടെ പെട്ടെന്ന് ആംബുലൻസിൽ വന്നിറങ്ങുക, എന്നിട്ട് അവിടെ ആകെ ബഹളമാക്കുക. ഇതാണ് ഉണ്ടായ കാര്യം. അത് വലിയ തോതിൽ വോട്ടിൽ ഷിഫ്റ്റ് ഉണ്ടാക്കി എന്നാണ് UDF-ഉം LDF-ഉം പറയുന്നത്. LDF-ന്റെ സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്ത് വന്ന സുനിൽകുമാർ പലവട്ടം അത് പറഞ്ഞിട്ടുണ്ട്. CPI-യുടെ പ്രാദേശിക നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത്തവണ സുരേഷ് ഗോപി മന്ത്രിയാണ്, കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം പറയുന്നത് വെടിക്കെട്ടിന് ചില നിയന്ത്രണങ്ങളൊക്കെ വേണം, നിയന്ത്രണങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല. വെടിക്കെട്ടിന് നിയന്ത്രണം വേണമെന്ന കാര്യത്തിൽ എനിക്കും തർക്കമൊന്നുമില്ല. വെടിക്കെട്ട് ഒരു നിയന്ത്രണം ഇല്ലാതെ റോഡിലേക്ക് ഇട്ട് പൊട്ടിക്കാൻ പറ്റില്ല. എന്ത് നിയന്ത്രണം വേണം, എത്ര നിയന്ത്രണം വേണം, അത് വെടിക്കെട്ടിന്റെ സ്വാഭാവികതയെ എത്ര ബാധിക്കും എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായും ലക്ഷക്കണക്കിന് മനുഷ്യർ നിൽക്കുന്ന, പതിനായിരക്കണക്കിന് മനുഷ്യർ താമസിക്കുന്ന തൃശ്ശൂർ നഗരത്തിൽ ഏത് തരത്തിലുള്ള വെടിക്കെട്ടാണ് അപകടരഹിതമായി പോവുക ശ്രദ്ധിക്കേണ്ടതാണ്. മനുഷ്യന്റെ ജീവൻ, ആരോഗ്യം ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. ഒരു തർക്കമില്ല കാര്യത്തിൽ. അതെനിക്ക് തോന്നുന്നു പൂരം നടത്തിപ്പുകാർക്കും ഉണ്ടാവില്ല. കാരണം ഇതുകൊണ്ട് എന്തെങ്കിലും തകരാറുണ്ടായാൽ ചിലപ്പോൾ ഇനി വെടിക്കെട്ടിന് നടത്താൻ പറ്റാതെ വരും. അതുകൊണ്ട് അവർ ശ്രദ്ധിക്കാതിരിക്കില്ല. ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരുടെ കാര്യം പോക്കാണ്. തൃശ്ശൂർ വെടിക്കെട്ട് ഒരു 10-30 കൊല്ലമെങ്കിലും ആസ്വദിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാനിത് പറയുന്നത്. എനിക്കും അത് കാണാൻ താല്പര്യമുണ്ട്. പക്ഷേ സുരേഷ് ഗോപിയുടെ ഒരു മാറ്റമുണ്ടല്ലോ. ഈ നിയന്ത്രണം കഴിഞ്ഞ വർഷമാണ് വന്നതെങ്കിൽ സുരേഷ് ഗോപി നിയന്ത്രണങ്ങൾക്ക് എതിരായി നിൽക്കില്ലേ? അവിടെയല്ലേ ചോദ്യം. സുരേഷ് ഗോപി എന്ത് പറയും? ഇതിവിടെ പിണറായി സർക്കാർ അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം കലക്കാൻ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. പൂരത്തിന്റെ വെടിക്കെട്ട് മാത്രമല്ല, ആനകളുടെ മേലെ നിയന്ത്രണങ്ങളുണ്ട്. സുപ്രീം കോടതി അടക്കം അതിൽ പല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. ആനകളുടെ ദൂരം, അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ തീർച്ചയായും നിയന്ത്രണങ്ങൾ വേണ്ട എന്നൊന്നും ഒരാളും പറയുന്നില്ല. സുരക്ഷാ നിയന്ത്രണങ്ങൾ നിർബന്ധമായും വേണം. പക്ഷേ സുരേഷ് ഗോപി അത് പറയുമ്പോൾ അയാളുടെ ഇരട്ടത്താപ്പാണ് അതിൽ കാണുന്നത്. അങ്ങനെ ഒരാൾ പറയാൻ കഴിഞ്ഞവണയാണ്. എൻ്റെ ചോദ്യം വീണ്ടും പറയുന്നു, കഴിഞ്ഞ വർഷമാണ് ഈ നിയന്ത്രണങ്ങൾ പറഞ്ഞതെങ്കിൽ സുരേഷ് ഗോപി എന്ത് നിലപാടെടുക്കുമായിരുന്നു? അന്നതേ സ്ഥാനാർത്ഥി, ഇന്ന് മന്ത്രി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇത് ഇരട്ടത്താപ്പാണ്. ഇത് ഇരട്ടത്താപ്പാണ്. അദ്ദേഹം സത്യസന്ധമായി പറഞ്ഞു, കഴിഞ്ഞ തവണയാണെങ്കിൽ ഞാൻ ഇത് നിലപാടെടുക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറയണം. അദ്ദേഹം പറയില്ല. കഴിഞ്ഞ തവണ നിലപാടെടുത്തില്ല. വെടിക്കെട്ട് വൈകിയതിന് അവിടുത്തെ സംസ്ഥാന സർക്കാരിനെയും ഇവിടുത്തെ ഭരണപ്രതിപക്ഷങ്ങളെയും തെറി പറഞ്ഞിട്ടാണല്ലോ അങ്ങനെ വോട്ട് പിടിച്ചത്. അതെന്തുകൊണ്ട് വൈകി, അതിൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പം പറയുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം വൈകിപ്പിച്ചത് ആരാണ്, എന്തിനാണ് വൈകിപ്പിച്ചത് എന്നൊക്കെ ഉള്ളതറിയാം. DGP-യുമായി ബന്ധപ്പെട്ട കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചുരുക്കത്തിൽ സുരേഷ് ഗോപി പതിവ് പോലെ ഒരു അഭിനേതാവായി മാറിയിരിക്കും, നടനാവും. നമ്മളൊരു സിനിമയിൽ പറയുന്ന ഡയലോഗ് വേറെ സിനിമയിൽ അതിനെതിരായി പറയും. കാരണം എന്താ? ഞാൻ ആ സിനിമയിലെ കഥാപാത്രം അനുസരിച്ചാണ്. സുരേഷ് ഗോപി 2 കഥാപാത്രങ്ങളെ നമ്മുടെ മുമ്പിൽ കാണാം. ഒന്ന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുരേഷ് ഗോപി, ഒന്ന് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി. ഇത് അഭിനയമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.